कार्पुण्यदोषोपगतस्वभावगपृच्छामतां धर्मसमूढचेतः यश्रेयस्या निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं चादिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ സായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗമാണ് നമുക്കിന്ന് ആരംഭിക്കേണ്ടത്. ഗീതാശാസ്ത്രത്തിന്റെ ഉപസംഹാരമാണ് ഈ അധ്യായം. ഇതുവരെ പറഞ്ഞ 17 അധ്യായത്തിലൂടെ ഗീതോപദേശം, ശരിക്കും 2-ാമത്തെ അധ്യായത്തിലൂടെ ഗീത പൂർണ്ണമായിട്ടും ഭഗവാൻ പറഞ്ഞു. അത് അർജുനന്റെ സംശയം നിവാരണാർത്ഥമാണ് 17 അധ്യായത്തിലേക്ക് നീണ്ടത്. ആ 17 അധ്യായവും വിസ്തരിച്ച് ദൈവിക സമ്പത്തും ആസുരി സമ്പത്തിനെയും പറ്റിയും ദൈവിക സമ്പത്ത് എങ്ങനെ ആർജിക്കണം, ആർജിച്ചാൽ അത് എങ്ങനെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത പൂർണ്ണമായിട്ടും ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി 17-ാം അധ്യായത്തില് കുറേയധികം ശ്ലോകങ്ങള് അർജുനന്റെ ഒരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത് എങ്കിലും ഇതുവരെ പറഞ്ഞ ആ ദൈവിക സമ്പത്തിന്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഗതിവിഗതികളും അത് മോക്ഷത്തിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വളരെ ചുരുക്കമായിട്ട് സംഗ്രഹമായിട്ട് ഭഗവാൻ പറയുന്നതാണ് മോക്ഷ സന്യാസയോഗം. ഇതുവരെ പറഞ്ഞ ആധ്യാത്മിക തത്വങ്ങൾ ക്രോഡീകരിക്കുകയും സാധകന് ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കുകയുമാണ് ഈ അധ്യായം ചെയ്യുന്നത്. ഗുണത്തെ അടിസ്ഥാനമാക്കി സാത്വികം, രാജസം, താമസം എന്നിയുള്ള തരംതിരിവ് മനുഷ്യരിൽ എന്ന പോലെ അവരുടെ കർമ്മങ്ങളിലും യജ്ഞം, ദാനം, തപസ് തുടങ്ങിയവയിലും എടുത്തു കാണിച്ചത് വിശ്വത്തിന്റെ പ്രകടമാകുന്ന വൈവിധ്യങ്ങളുടെ മൂലകാരണത്തിലേക്ക് വെളിച്ചം വീശുന്നതും ശ്രേയോമാർഗത്തിൽ ചരിക്കുന്നവർക്ക് ഉത്തമ മാതൃകൾ സ്വീകരിക്കാൻ അവസരം നൽകുന്നതിനും വേണ്ടിയിട്ടാണ്. അതായത് സന്യാസം, ത്യാഗം എന്നീ പദങ്ങൾ ഗീതയിൽ പല സന്ദർഭങ്ങളിലും ഭിന്നാർത്ഥങ്ങൾ വഹിക്കുന്നവ എന്ന് സംശയിക്കത്തക്ക വിധം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രണ്ടിൻ്റെയും അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണെന്നും തന്മൂലം ഉദിക്കുന്ന ഒരു സംശയം പരിഹരിക്കണമെന്ന അർജുനന്റെ അപേക്ഷയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും കാരണം അടിസ്ഥാനപരമായിട്ട് മായയുടെ പ്രഭാവത്താൽ നമ്മളിൽ വർത്തിക്കുന്ന സ്വഭാവമാണ് എല്ലാത്തിനും കാരണം. അതായത് സത്വരജ തമോ ഗുണങ്ങളുടെ മായയാകുന്ന അതിന്റെ പ്രഭാവത്തിൽ അതിൽ രജോ ഗുണവും തമോ ഗുണമാണ് മനുഷ്യനിൽ പൊതുവെ പ്രകടമാകുന്നത്. അതിൻ്റെ ആ മൂർധന്യ അവസ്ഥയിൽ എത്തുന്നതനുസരിച്ച് കൊണ്ട് നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അസുരി ഭാവത്തിൽ വർത്തിക്കാനും ശ്രേഷ്ഠമായൊരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഇരിക്കാനും യഥാർത്ഥ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സ്വഭാവം തന്നെ. അപ്പൊ ഈ സ്വഭാവത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യം എങ്ങനെ ഉണ്ടാകുന്നു, അത് എവിടെ നിന്നുണ്ടാകുന്നു എന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും സ്വയം മനസ്സിലാക്കാൻ തക്കവണ്ണമാണ് ഗീതാശാസ്ത്രം ഭഗവാൻ ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് യഥാവിധി മനസ്സിലാക്കിയിട്ട് ഗീത ഞാനൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് പദം തിരിച്ചോ ഇല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അർത്ഥം വ്യാഖ്യാനിക്കാമോ അർത്ഥം വ്യാഖ്യാനിച്ചത് കൊണ്ടോ കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാൽ അനേകം വ്യാഖ്യാനങ്ങളുണ്ട് ഗീതയുടെ. ശങ്കരാചാര്യ തൊട്ട് ഇതിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന് വരെ ഇത് പ്രായോഗിക തലത്തിൽ അതിന്റെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താൻ തക്കവണ്ണം ഉപയോഗിക്കുന്നില്ലയോ, അത് എത്ര പ്രാവശ്യം പഠിച്ചാലും എത്ര ഗീതാജ്ഞാനങ്ങൾ കേട്ടാലും പഠിച്ചാലും സത്സംഗങ്ങൾ നടത്തിയാലും ഗീതാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും സ്വയം പഠിക്കാൻ ശ്രമിച്ചാലും പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര പാണ്ഡിത്യമുള്ളവർ ശ്രമിച്ചാലും സ്വന്തം സ്വഭാവത്തെ മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഗീത നിഷ്പ്രയോജനമാണെന്ന് പറയേണ്ടി വരും. അത് പ്രയോജനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സ്വന്തം സ്വഭാവത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. അത് എങ്ങനെ സാധിക്കുമെന്നാണ് ഭഗവാൻ മോക്ഷ സന്യാസ യോഗത്തിൽ പറയുന്നത്. അപ്പൊ അത് സംഗ്രഹിച്ച് ഇതുവരെ ഗീത കേൾക്കാൻ പഠിക്കാൻ പറ്റാത്തവർക്കോ മനസ്സിലാക്കാൻ പറ്റാത്തവർക്കോ മോക്ഷ സന്യാസ യോഗം പഠിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഗീതയുടെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാനും വേണ്ടില്ല, എത്രയൊക്കെ വിസ്തരിച്ച് പഠിച്ചാലും വേണ്ടില്ല, തൻ്റെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അത് ചിന്തയിലും വാക്കിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ലെങ്കിൽ, പ്രവൃത്തിയിലും പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യഥായിച്ഛ തഥാ ഗുരു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഈ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ.
ഈ ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിയിട്ട് വിമർശിക്കണമെങ്കിൽ വിമർശിച്ചുകൊണ്ടോ നമുക്ക് അത് പ്രായോഗിക തലത്തിൽ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ട് ഉപയോഗിക്കാം. ഏതേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഏത് സ്വഭാവമുള്ളവരായാലും അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ അത് പ്രയോജനപ്പെടുത്താം. അനായാസനം ജീവിക്കാൻ സാധിക്കും. സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ പറയുന്ന ഒരു പ്രാരാബ്ധവും ഒരു പരിഭ്രമവും ഒരു ടെൻഷനും ഇല്ലാതെ ശരീരം ത്യജിക്കേണ്ട സമയത്ത് പോലും അനായാസേന ശരീരം ത്യജിക്കാനും സാധിക്കും. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്തായാലും ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കാതിരിക്കില്ല. ജനിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ മോക്ഷപദത്തിലേക്ക് ഉയരണം. അതെന്തായാലും എളുപ്പം സാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഈ ജന്മം ഇപ്പൊ ശരീരത്തോട് നമുക്കിപ്പം മരിച്ചിട്ട് എന്താകും എന്നുള്ള മരണാനന്തര ഗതി എന്താകുന്ന ചിന്തിക്കുന്നതിലുപരി നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മുടെ ശരീരം കൊണ്ട് തന്നെ സാധിക്കാവുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അതിപ്പോ സാധിക്കാം. പിന്നെ മോക്ഷമൊക്കെ തന്നെ സംഭവിച്ചോളും. അതിനു വേണ്ടിയിട്ട് നമ്മൾ മസിൽ പിടിച്ച് അതിനു വേണ്ടിയിട്ട് തന്നെ തയ്യാറായിട്ടിരിക്കുകയൊന്നും വേണ്ട. അത് തന്നെ ഇതുവരെ നമുക്ക് കിട്ടിയ ജന്മം തന്നെ അനേക പരിണാമങ്ങൾ, പ്രകൃതിയായുള്ള പരിണാമങ്ങൾക്ക് വിധേയമായി തന്നെയാണ്. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളും പരിണാമങ്ങൾക്ക് വിധേയമായേ സംഭവിക്കൂ. സംഭവാമി യുഗേ എന്ന് പറഞ്ഞാൽ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ടതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ മനുഷ്യന് വിശേഷ ബുദ്ധി കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തെ പറ്റി ഭഗവാൻ ഏത് വ്യവസ്ഥിതിയാണ് നടപ്പാക്കുന്നത്, ഈ പരിണാമങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ നമ്മളിപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ നമ്മൾ ശുദ്ധീകരണം, അന്ധകരണ ശുദ്ധീകരണം, സ്വഭാവ ശുദ്ധീകരണം നടത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മോക്ഷത്തിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ആ മനുഷ്യനെത്തും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ നിമിഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരത്തെ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ട ആ യഥാവിധി കർമ്മങ്ങളെ, തപസ്സുകളെ, യജ്ഞം, ദാനം, തപസ്, അത് വേണ്ട വിധത്തിൽ ബാക്കിയുള്ള എല്ലാം ത്യജിച്ചുകൊണ്ട് ആ കർമ്മത്തെ അനുഷ്ഠിച്ചാൽ അതനുസരിച്ചുകൊണ്ട് ഉള്ള ഗതിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അത് മാത്രം ഭഗവാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്ന അവസ്ഥയിലേക്ക്, ഇന്ന് ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോഴത് സംഭവിക്കും. ചെയ്താൽ ഇന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്, യോഗക്ഷേമം, എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഏറ്റെടുത്ത് നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ചെയ്യാൻ പറഞ്ഞത് ആദ്യം ചെയ്യാം. അത് ചെയ്യാതെ എനിക്കിപ്പോ കിട്ടും മോക്ഷം കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഫലേച്ഛ തീവ്രമായിട്ടുണ്ടാകും. ഇത് രജോ ഗുണവും തമോ ഗുണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ മോക്ഷം എന്ന സംഗതിയെ പോലും ആഗ്രഹിക്കാതെ ഇപ്പൊ ഈ ശരീരം കിട്ടിയിരിക്കുന്നതിനെ യഥാവിധി ഉപയോഗിക്കുക എന്നർത്ഥം. ഈശ്വരൻ അറിഞ്ഞു തന്നിരിക്കുന്ന ശക്തികൾ എന്താണെന്ന അവബോധത്തോടുകൂടി എന്താണ് നമുക്കിപ്പോൾ നിലവിലുള്ള ദൈവിക സമ്പത്ത് എന്ന് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് തിരിച്ചറിയുക, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വേണ്ടത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ വേണ്ടാത്തത് ഇല്ലാതെയാകും. അതിനു വേണ്ടിയിട്ടും വേലി കെട്ടി വെക്കുകയൊന്നും വേണ്ട, തന്നെ അത് 10 അടി അകലത്തേക്ക് തന്നെ മാറിക്കൊള്ളും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വഭാവം അന്ധകാരത്തിലേക്ക്, ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് നിൽക്കാൻ സാധിക്കുമോ? ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മളിൽ സ്വഭാവ ശുദ്ധീകരണം, അന്ധകരണ ശുദ്ധീകരണം നടത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു. നമ്മളെ മായയെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഏതൊക്കെ തരത്തിലാണ് മായയെ ബന്ധിച്ച് നമ്മുടെ സ്വഭാവത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നത്? അപ്പൊ അതിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ധകരണ ശുദ്ധി ഉണ്ടാക്കണം. അതിനുള്ള വിവേകമാണ് ഈ അറിവ്. അത് ആ ജ്ഞാനത്തെ വിജ്ഞാനമാക്കണമെങ്കിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കണം. ആ പ്രായോഗിക തലത്തിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞത് അനുസരിക്കുക തന്നെ വേണം. അവിടെയാണ് സ്വഭാവ ശുദ്ധീകരണം. ഇല്ലെങ്കിൽ ഗീത പഠിച്ചുകൊണ്ടിരുന്നാൽ, ഇല്ലേ ഞാനിതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിരുന്ന ആ സ്വഭാവ ശുദ്ധീകരണം നടക്കില്ല. ഇതേപ്പറ്റി നിങ്ങൾക്ക് അറിവ് ലഭിച്ചു എന്നേ ഉള്ളൂ. ആ അറിവ് പ്രയോഗിക തലത്തിൽ എത്തുമ്പോഴേ അത് വിജ്ഞാനമാകും, വിവേകമാകും. അപ്പോ വിവേകവും വേണം. അന്ധകരണ ശുദ്ധി വരാൻ തക്കവണ്ണം അതിനെ ഉപയോഗിക്കണം. അതിന് പുറപ്പെടുമ്പോൾ ചില സംശയങ്ങൾ, ഇതുവരെ അർജുനൻ
അല്ലെ അർജുനനോട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അർജുനൻ. അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും തയ്യാറാണ്. ശ്രീകൃഷ്ണൻ നേരെ സാധാരണ സുഹൃത്തിന്റെ ഭാവത്തിൽ വർത്തിക്കുന്ന ഒരാളല്ല, ഒരു മനുഷ്യാവതാരം എടുത്തു വന്ന ഒരു സാധാരണ മനുഷ്യനല്ല എന്നൊക്കെയുള്ള ബോധത്തോടു കൂടി വർത്തിക്കുന്ന അർജുനൻ പാപരാഹിത്യം നേടിയപ്പോഴാണ് ഭഗവാനിൽ നിന്ന് ഇതൊക്കെ നേരിട്ട് കേൾക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചത്. അത് ചില സംശയങ്ങൾ നമുക്ക് എത്രയൊക്കെ കേട്ടാലും മനുഷ്യന് പ്രത്യേകിച്ച് സംശയം ഒരിക്കലും തീരില്ല. അതുകൊണ്ട് ജ്ഞാനം ലഭിച്ചാലും അതൊന്നാമത്തെ കാര്യം സ്ഥിരശിഷ്ടമായിട്ട് ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെ നമ്മൾ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെങ്ങനെയാണോ അങ്ങനെയാണോ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ സംശയമൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ സംശയങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അർജുനനുണ്ടായി. ഈ അധ്യായം പറയാൻ തുടങ്ങുമ്പോഴും അർജുനന്റെ സംശയത്തിൽ നിന്നാണ് ഈ സാരസംഗ്രഹം തന്നെ ആ ഭഗവാന്റെ മനസ്സിൽ ഉദിക്കുന്നത് തന്നെ. അപ്പൊ അർജുനൻ ചോദിക്കുന്നത്, അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വം ഇച്ഛാമി വേദിതം ത്യാഗസ്യ ഹൃഷീകേശ പ്രതകേശി നിഷൂദന. ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരനും കേശി എന്ന അസുരനെ വധിച്ചവനുമായ മഹാബാഹു, സന്യാസം ത്യാഗം എന്നിവയുടെ പൊരുൾ വേർതിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സന്യാസം, എന്താണ് ത്യാഗം? സന്യാസം എന്ന് പറഞ്ഞാൽ സകലതും നസിക്കുക. സംന്യാസം എല്ലാത്തിനെയും നസിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കുക, ഉപേക്ഷിക്കുക. അപ്പൊ ത്യാഗം എന്ന് പറയുന്നതോ എല്ലാത്തിനെയും ത്യജിക്കുക. അപ്പൊ ഇത് രണ്ടും വാക്ക് വ്യത്യസ്തം, അക്ഷരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥത്തിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇത് തമ്മിൽ എന്തെങ്കിലും പൊരുളിൽ വ്യത്യാസമുണ്ടോ എന്ന് വേർതിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വ്യത്യസ്തമായ വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടും വ്യാഖ്യാനിക്കാം. അപ്പൊ ത്യാഗം എന്ന് പറയുന്നതും സന്യാസം എന്ന് പറയുന്നതും അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? ഇതാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ നമുക്ക് തന്നെ സന്യാസം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ കാവ്യവസ്ത്രമൊക്കെ കൂടുക, അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ ഗുരുവിന്റെ അടുത്ത് പോയി ദീക്ഷ വാങ്ങിയിട്ട് വസ്ത്രം മാറുന്ന ഒരു ആശ്രമത്തിൽ ചേരുന്നതാണ് സന്യാസം എന്നാ പൊതുവെ എല്ലാവരുടെയും ധാരണ. ത്യാഗം എന്ന് പറഞ്ഞാലോ എല്ലാം ഉപേക്ഷിക്കുക, ത്യാഗ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ഭഗവാൻ സൃഷ്ടിച്ച് വിടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ത്യജിക്കാതെ സാധിക്കില്ല. ഞാനിപ്പോൾ ഗീതാ ക്ലാസ് നടത്തണമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെ ആയാലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒക്കെ ത്യാഗമനസ്സയോടെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കണം എന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. ഒന്നും ത്യജിക്കാതെ ഒന്നും നേടാൻ സാധ്യമല്ല. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ മനോഭാവമാണോ, അതോ സന്യാസം എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് എന്താണെന്നാണ് അർജുനന്റെ ചോദ്യം. അത് എല്ലാത്തിനും ഈശ്വരനായിരിക്കും. ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരനാണ്, കേശി എന്ന അസുരനെ വധിച്ചവനാണ്. അതുകൊണ്ട് മഹാബാഹു ഈ സന്യാസം ത്യാഗം എന്നിവയുടെ പൊരുൾ എന്താണെന്ന് വേർതിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. ശ്രീ ഭഗവാൻ വാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോവിധും സർവകർമ്മ ഫലത്യാഗം രാഹുത്യാഗം വിചക്ഷണാഹ. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന് തത്വദർശികൾ അറിയുന്നു. സർവകർമ്മ ഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം എന്ന് ജ്ഞാനികൾ പറയുന്നു. ഇവിടെ എത്ര ജ്ഞാനിയായിരുന്നാലും എത്രയൊക്കെ ഇതൊക്കെ പഠിച്ചാലും ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയമില്ല. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എത്ര തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ പറയുന്നത്, അതായത് അനുഭവജ്ഞാനമുള്ളവർ പറയുന്നത് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലൗകികമായിട്ട് നമുക്ക് വന്നു ചേരാവുന്ന ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിലെ ആഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണണം, കേൾക്കണം, ഇല്ലെങ്കിൽ അറിയണം, അനുഭവിക്കണം എന്നുള്ള ആ ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതായ കർമ്മങ്ങളാണ്, ഇല്ലേ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന് പറയുന്നത് എന്ന് തത്വദർശികൾ പറയുന്നു. സർവകർമ്മ ഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം എന്നും ജ്ഞാനികൾ പറയുന്നു. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു സർവകർമ്മ ഫലത്യാഗമാണ് ത്യാഗം. അതായത് നമുക്ക് എന്ത് കിട്ടിയാലും അത് ഉപേക്ഷിക്കുക. സർവകർമ്മ എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കലാണ് ത്യാഗം എന്ന് പറയുന്നത്. ഫലത്തിൽ ആസക്തിയോടുകൂടി അഥവാ ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അത്തരം കർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം.
എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കലാണ് ത്യാഗം എന്നും ഒരു വിഭാഗം ജ്ഞാനികൾ പറയുന്നു. ത്യാഗമനോഭാവം കൈവരിച്ചാൽ അല്ലാതെ ഒരാൾക്ക് കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കാനോ യഥാർത്ഥമായ സന്യാസം വരിക്കാനോ കഴിയില്ല എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. അതായത് ആദ്യം കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുക, ഫലേച്ഛയോടുകൂടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുക, അതാണ് സന്യാസം എന്ന് പറയുന്നത്. പക്ഷെ സന്യാസത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫലത്തെ തന്നെ ത്യജിക്കാൻ, ഭൗതികമായ ലൗകികമായ ഫലങ്ങളെ ഒക്കെ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ, അതായത് ആസക്തി വെടിയണം. മനുഷ്യന്റെ സ്വഭാവം എന്താ? രജോ ഗുണം തമോ ഗുണം ആയതുകൊണ്ട് എത്ര കിട്ടിയാലും പോരാത്ത ഒരു മനോഭാവമുണ്ട്. ഇനി ഫല ഇച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ തുടങ്ങുന്നവരും ഫലം ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി നിയമാനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അത് കിട്ടുന്നതനുസരിച്ച് മനോഭാവം മാറും. എത്ര കിട്ടിയാലും പോരാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ എന്ത് കിട്ടിയാലും ഒരു കൈ കൊണ്ട് കിട്ടുന്നത് മറുകൈ അറിയാതെ കൊടുക്കാൻ തയ്യാറാകുന്ന ത്യാഗ മനോഭാവം ഉണ്ടാകുന്നവർക്ക് മാത്രമേ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറാവൂ. ആ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുമ്പോഴേ സന്യാസത്തിന് യോഗ്യത നേടും. ഇനി ത്യാജം ദോഷപതിത്യേക കർമ്മപ്രാഹുർ മനീഷിണക യജ്ഞദാന തപകർമ്മ ഞാൻ ത്യാജമിതിജാപരെ. കർമ്മം, ഏത് കർമ്മവും, കർമ്മം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മവും ദോഷത്തോടു കൂടിയതാകയാൽ ത്യജിക്കപ്പെടേണ്ടതാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. കാരണം എല്ലാ കർമ്മങ്ങളും അന്തിമമായിട്ട് പറഞ്ഞാൽ അതൊക്കെ ദോഷത്തിലേ ചെന്ന് അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് ആ കർമ്മങ്ങളെ എല്ലാം ഉപേക്ഷിക്കണമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ മറ്റു ചിലർ യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കപ്പെടേണ്ടതല്ലെന്നും പറയുന്നു. എല്ലാ കർമ്മങ്ങളും വാസനകളെ സൃഷ്ടിക്കും എന്നതിനാലാണ് കർമ്മദോഷം ഉണ്ടാകും എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് കർമ്മങ്ങൾ തുടങ്ങിയാലും, പഴയതൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയത് തുടങ്ങിയാലും അതൊക്കെ വാസനാബലത്തെ ഉണ്ടാക്കും. കർമ്മവാസനകളെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതാണ് ഏറ്റവും വലിയ ദോഷം. നമുക്കിപ്പോൾ ആധ്യാത്മികമായിട്ട് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആധ്യാത്മികമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാലും ഭക്തിയിൽ വാസന ഉണ്ടാവും. ക്ഷേത്രത്തിൽ ഭക്തി ഇല്ലാത്തവര് ക്ഷേത്രത്തിൽ നിന്നും പോകില്ല, ഈശ്വര വിശ്വാസി അല്ലാതെ ആരാധനാലയങ്ങളുടെ പിന്നാലെ പോകില്ല. ഇനി ഭക്തി തുടങ്ങിയാലോ അത് ലിമിറ്റ് കൂടുതലാവും. പിന്നെ കാണാവുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, എന്തെങ്കിലും പാരായണമോ സഹസ്രനാമോ ഒക്കെ ജപിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ജപിക്കണം, എന്നാലേ ശ്രേഷ്ഠത വരൂ. ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാകും. അത് പുതിയ പുതിയ വാസനകളെ സൃഷ്ടിക്കും. അപ്പൊ അതെല്ലാം ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പലതരത്തിൽ ഇതിലൊക്കെ കർമ്മത്തിന്റെ ഗതിയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ടുള്ള ഭക്തിമാർഗത്തിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കും. ബാക്കി ഭൗതികതയിൽ വാസനാബലം കൂടും, ഒന്ന് കഴിഞ്ഞിട്ട് പുതിയ ആരംഭ സുഹൃത്തം കാണിക്കും, അത് വിടും, പിന്നെ വേറെ എന്തെങ്കിലും തുടങ്ങും. ഇങ്ങനെ വ്യാപരിക്കുന്ന മനസ്സായതുകൊണ്ട് പലതരത്തിൽ പല സമയത്ത് പലത് തോന്നുന്നതനുസരിച്ച് ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരേ കാര്യമല്ല ചെയ്യുന്നത്, ഒരേ വാസനാബലത്താലല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെന്റ് കൂടുതൽ, മമതാബന്ധം ഉണ്ടായാൽ പുതിയ വാസനകളെ സൃഷ്ടിക്കും. അപ്പൊ കർമ്മത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ദോഷം എന്താണെന്ന് വെച്ചാൽ വാസനകളെ സൃഷ്ടിക്കും. അതിഞ്ഞ് ഭക്തിമാർഗത്തിലേക്ക് വന്നാലും അത് വാസനാബലമായിട്ട് മാറും. അപ്പം നമ്മൾ ഇപ്പൊ വിഷ്ണു സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലളിതാ സഹസ്രനാമം പഠിക്കണം തോന്നും. അപ്പൊ അതിൽ വാസന ഉണ്ടാവും. അത് കഴിയുമ്പോൾ ദേവി മഹാത്മ്യം തോന്നും, അതിനോട് ചോദിക്കും. അതായത് ഈ ദൈവത്തിന്റെ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ വാസനാബലം ഉണ്ടാക്കും. ലിമിറ്റ് കൂടുതൽ നമ്മളെ ഓരോന്നിന്റെ പിന്നാലെ പോയാൽ അതനുസരിച്ചൊക്കെ ബന്ധനം ഉണ്ടാകും. ആ ബന്ധനം കർമ്മവാസന കൂടുന്നതനുസരിച്ച് നമുക്ക് നിസ്സംഗഭാവത്തിൽ നിഷ്കളങ്ക ഭാവത്തിൽ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചു നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. ഇപ്പൊ ഗീത വായിക്കാൻ പറഞ്ഞാൽ ഗീത വായിക്കും, വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ പറഞ്ഞാൽ അത് പഠിക്കും, ലളിതാ സഹസ്രനാമം പഠിക്കും. ഇങ്ങനെ 18 പുരാണങ്ങളും പഠിച്ചവരും ഉണ്ടാവും. തന്നിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചാലോ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഭക്തിമാർഗത്തിൽ തന്നെ സത്സംഗങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും, ഇല്ലേ? ഇതൊരു വാസനാബലാണ്. സപ്താഹ ചണ്ടപ്പുറത്ത് ചിലർക്ക് പൂരത്തിന്റെ ഭക്തിഭാവത്തിൽ തന്നെ എവിടെയൊക്കെ ചണ്ടപ്പുറത്ത് പൂരം വെച്ചോ അവിടെയൊക്കെ പോകും. ആനാഭ്രമമുള്ളവരുണ്ട്, അപ്പൊ ആനയുടെ പിന്നാലെ പോകും. ആന എഴുന്നള്ളിച്ച് നിർത്തി ചെണ്ടയുടെ പിന്നാലെ പോകുന്നവരുണ്ട്. ഇങ്ങനെ ഈ കർമ്മദോഷങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കർമ്മത്തിന്റെ ദോഷം വാസനാബലം ഉണ്ടാക്കും.
അത് നല്ലത് ചീത്തയായിക്കോട്ടെ, എന്തിലായാലും വാസനാബലം ഉണ്ടാക്കിയാൽ ഏറ്റവും വലിയ ദോഷ. അതുകൊണ്ട് ഏത് കർമ്മവും ദോഷത്തോടു കൂടിയതാകയാൽ ത്യജിക്കപ്പെടേണ്ടതാണെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ തന്നെ പറയുന്നു. എന്നാൽ മറ്റു ചിലർ, ഒരു വിഭാഗം പറയുന്നു, യജ്ഞവും ദാനവും തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കപ്പെടേണ്ടവയല്ലെന്നും പറയുന്നു. എല്ലാ കർമ്മങ്ങളും വാസനകളെ സൃഷ്ടിക്കുകയും അവ ആത്മസാക്ഷാത്കാരത്തിന് വിഘാതമാകുകയും ചെയ്യുമെന്നുള്ളതിനാൽ എല്ലാ കർമ്മങ്ങളും ത്യജിക്കേണ്ടതാണ് സാഖ്യന്മാരുടെ വാദം. എന്നാൽ അത് ആവശ്യമില്ല, കാമ്യകർമ്മങ്ങളെ മാത്രം ഉപേക്ഷിച്ചാൽ മതി എന്ന് മറ്റു ചിലരും പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ പണ്ഡിതന്മാർ തന്നെ പലതരത്തിൽ അഭിപ്രായ സമന്വയ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാരെങ്ങനെ നേരെയാവുക? ഇപ്പൊ തത്വദർശികൾ ഒരു കാര്യം പറയുന്നു, ജ്ഞാനികളായിട്ടുള്ള മറ്റൊരു അതേ കാര്യത്തിൽ തന്നെ മറ്റൊരു അഭിപ്രായം പറയുന്നു. ഇനി പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും ദോഷം ഉണ്ടാക്കും, അതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കണം. എന്നാൽ ചിലർ പറയുന്നു യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കരുത്, അത് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ആയാൽ സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം, ഏതെങ്കിലും വിഷയത്തിൽ ഒരു ജ്യോത്സ്യനോട് നിങ്ങൾ ചോദിച്ചാൽ അയാൾ ഒരു വിധത്തിൽ പറയും. ഇനി ഒരേ വിഷയത്തിൽ തന്നെ 10 ജ്യോത്സ്യന്മാരെ, പണ്ഡിതന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാരെ വിളിച്ചിരുത്തിയിട്ട് രാശി വെച്ചാൽ അവർക്ക് ആ രാശി ആ നിമിഷത്തിൽ കിട്ടുന്നതനുസരിച്ചുകൊണ്ട് ഓരോരുക്കും 10 പേർക്കും 10 രാശി ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്ന പ്രശ്നം വയ്ക്കും. അപ്പൊ 10 വിധത്തിലായിരിക്കും ഒരേ വിഷയത്തിൽ അവരുടെ നിഗമനങ്ങളും പ്രവചനങ്ങളും അവരുടെ കണ്ടെത്തലുകളും ഗ്രഹസ്ഥിതിയൊക്കെ വിശദീകരിക്കുമ്പോൾ 10 വിധത്തിലായിരിക്കും. ഏറ്റവും വലിയ ദോഷം, കർമ്മദോഷം എന്ന് പറയുന്നത് ഇതാണ്. അഭിപ്രായ സാന്യതമില്ല. ഒരു ജ്യോത്സ്യനും ഒരു ജ്യോത്സ്യനെ കണ്ടുകൂടാ. അഭിപ്രായ സാന്യത സമ്മതിച്ചു തരുന്ന പ്രശ്നമില്ല. അഷ്ടമംഗല പ്രശ്നം വയ്ക്കുമ്പോൾ തന്നെ ഈ തർക്കവിതർക്കങ്ങൾ കഴിഞ്ഞിട്ട് യഥാർത്ഥ തത്വത്തെ പുറത്തു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവപ്രശ്നം വയ്ക്കുന്നത്. എന്നാലും ഈ ആത്യന്തികമായിട്ട് അവസാനം ഇവര് എല്ലാവരും എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിഗമനത്തിലെത്തുന്നത്. എന്നാലും അതും ചിലപ്പോൾ ആരാണോ പ്രശ്നം വയ്പ്പിക്കുന്നത് അവരുടെ ഇച്ഛ അനുസരിച്ച് കൊണ്ട് ചാർത്ത് വരെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നതിന്റെ കാര്യം? ഒരു തന്ത്രിക്ക് ഒരു തന്ത്രിയെ കണ്ടുകൂടാ, ഒരു സന്യാസിക്ക് മറ്റൊരു സന്യാസിയെ കണ്ടുകൂടാ. അപ്പൊ ഇതൊക്കെ പണ്ഡിതന്മാര് ആണെങ്കിൽ പോലും അവർക്കും അഭിപ്രായ സമന്വയം ഇല്ല എന്നർത്ഥം. ഇത് മനുഷ്യന്റെ സ്വഭാവം കൊണ്ട് വരുന്നതാ. അതായത് യഥാർത്ഥത്തിൽ വിവേചന ശക്തി കൊണ്ട് സ്വയം നിശ്ചയം ചെയ്ത് ഓരോ വ്യക്തിക്കുമാണ് ഇവിടെ പ്രാധാന്യം. എല്ലാവരുടെ അഭിപ്രായം സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഭഗവാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് മറ്റാരും പറയുന്ന കേൾക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ഭഗവാൻ ഇക്കാര്യത്തിൽ തീരുമാനം പറയാൻ പോവുകയാണ്. ഭഗവാൻ തന്നെ ഇത്തരത്തിലായിരിക്കും നമുക്ക് ചുറ്റും നമ്മൾ പാണ്ഡിത്യം നേടി അറിവ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് മോക്ഷത്തിലേക്ക് പോണ സമയത്ത് ഈ പണ്ഡിതന്മാരുടെ ഇടയിൽ നമ്മൾ തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടുമ്പോഴാണ് ഇവര് പറയുന്നത് തന്നെ മനസ്സിലാക്കാനും കേൾക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളെ തിരിച്ചറിയാനും ഒക്കെ തുടങ്ങുക. അത് വിവേചന ശക്തി കൊണ്ട് നമ്മൾ എങ്ങനെ അറിയണം? ഇപ്പൊ ഒരേ കാര്യത്തിൽ തന്നെ സന്യാസത്തെയും ത്യാഗത്തെയും പറ്റി പണ്ഡിതന്മാർ ഒരു വിധത്തിൽ പറയുന്നു, തത്വദർശികളായിട്ടുള്ളവർ ഒരു വിധത്തിൽ പറയുന്നു, ചിലർ ജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർ മറ്റൊരു വിധത്തിൽ പറയുന്നു. ഈ 3 ഒരേ വിഷയത്തിൽ തന്നെ സന്യാസത്തെ പറ്റിയും ത്യാഗത്തെ പറ്റിയും വിവിധ അഭിപ്രായങ്ങളെ ഇവിടെ ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചു. എന്തിനാ ഇത് വെച്ചത്? നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവ് സ്വന്തമായ വിവേചന ശക്തി കൊണ്ട് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അങ്ങനെ ആ മാർഗത്തിൽ സെൽഫ് ഡിസിഷൻ എടുത്ത് നടക്കുന്നവർക്ക് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ മാർഗതടസ്സം ഉണ്ടാകും. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആള്, മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആള് ഈ തരത്തിൽ അഭിപ്രായ സമന്വയം ഇല്ലാത്തവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് അവരോടൊന്നും നിഷേധിക്കാനോ തർക്കിക്കാനോ ഒന്നും പോകണ്ട. പക്ഷേ അതൊക്കെ കേട്ടിട്ട് സെൽഫ് ഡിസിഷൻ എടുക്കണം. വിവേചന ശക്തി കൊണ്ട് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിർമ്മാണമോഹാജിതസംഗദോഷ അധ്യാത്മ നിത്യ വിനിവർത്തക മഹദുന്ദൈർ വിമുക്ത സുഖദുഃഖ സഞ്ചയ് എന്ന 15-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഓർത്തിരിക്കണം. നമുക്ക് എത്തേണ്ടത് ഈശ്വരിലേക്കാണ്. എങ്കിൽ ഏത് വിഷയം എടുത്താലും
നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ തമ്മിൽ യാതൊരു യോജിപ്പുമില്ല, അത് തമ്മിലും വ്യത്യാസമുണ്ട്. അതേപോലെ പഞ്ചഗുരുക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ഒരേ വിഷയത്തിൽ അവർ 5 പേരും 5 വിധത്തിൽ അഭിപ്രായം പറയും. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 3 ശ്ലോകങ്ങളിലൂടെ 3 അഭിപ്രായങ്ങളെ 3 വിധത്തിൽ ഭഗവാൻ വ്യാഖ്യാനിച്ചു. അത് സത്വ രജ തമോ ഗുണങ്ങളുടെ പ്രഭാവം അനുസരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ടുള്ള സത്വഗുണം ഉള്ളവരിലും പരമജ്ഞാനിയായിട്ടുള്ളവരുണ്ട്, തത്വദർശികളായിട്ടുള്ള. രജോ ഗുണമുള്ളവരും അവർക്ക് അനുഭവം കൊണ്ടും അവരും അതിൽ അറിവ് ശ്രേഷ്ഠതയുള്ളവരായിരിക്കും. തമോ ഗുണമുള്ളവരിലും ആ തമസിനെ പറ്റിയും ഇല്ലേ അതിന്റെ പ്രായോഗിക തലത്തിൽ അതും അറിവുള്ളവരുണ്ട്. അപ്പൊ അറിവ് ഉള്ളവർക്ക് പോലും 3 തരത്തിൽ സത്വരജ തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവർ ജ്ഞാനികളാണെന്ന് പറയാം. അപ്പൊ ഇവര് പറയുന്ന അഭിപ്രായങ്ങൾക്കും വ്യത്യാസമുണ്ടാകാം. ഒരു വ്യക്തിയിൽ തന്നെ സത്വരജ തമോ ഗുണങ്ങളുണ്ട്. അപ്പൊ ഒരു വിഷയത്തിൽ തന്നെ ചിന്തിക്കുമ്പം എല്ലാ സമയത്തും ഒരേപോലെ ആ സത്വഗുണത്തിന്റെ പ്രഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പം ഒരു വ്യക്തിയിൽ തന്നെ ഒരു സമയത്ത് സത്വഗുണാത്മകമായിട്ട് ചിന്തിച്ച് അത് വിഷയത്തെപ്പറ്റി സ്റ്റേബിലിറ്റിയോടുകൂടി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതേ വിഷയം തന്നെ രജോ ഗുണപ്രഭാവം ഉള്ളപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ വ്യത്യാസം വരും. ആൻസറിങ്ങിന് മറുപടിക്കും സംശയ നിവാരണത്തിനും വ്യത്യാസം വരും. അതേ വിഷയം തന്നെ തമോ ഗുണം ഉള്ളപ്പോൾ ഒരേ വ്യക്തി തന്നെ ചിലപ്പോൾ മാറ്റി പറയും. അപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ, കള്ളു കുടിക്കുന്നയാള് തലേ ദിവസം 4 കാലയിൽ വീട്ടിൽ കയറി വന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പം ആ വ്യക്തി സത്വഗുണ പ്രഭാവം പ്രകൃതിക്കുണ്ട്, തന്നിലുമുള്ള സമയത്ത് ഉള്ള ഈശ്വരന്മാരെയും ഇല്ലേ കാർന്നവന്മാരെയും ഒക്കെ വിളിച്ചിട്ട് സത്യം ചെയ്ത് പറയും, ഇനി മേല ഞാൻ ഈ സാധനം അതിന്റെ ദോഷവശങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ടാണ് ഇനി ഇത് തൊടില്ല എന്ന് ശപഥം ചെയ്യും അല്ലേ. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേന് ഈ വ്യക്തിയുടെ സ്വഭാവം മാറും. രാവിലെ ഒരു അറിവുള്ളവരെ പോലെ പെരുമാറി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം തമോ ഗുണാത്മകമായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് മമതാബന്ധം കൊണ്ട് ഇല്ലെങ്കിൽ അതിനോടുള്ള അഡിക്ഷൻ കൊണ്ട് ഈ വ്യക്തി വീണ്ടും മദ്യലഹരിക്ക് അടിമയായി പോകും. അപ്പൊ പറയുന്നത് എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, കൂടെ ചെല്ലുന്നവരെയും കുടിപ്പിക്കും. അപ്പം ഇവിടെ പ്രായോഗിക തലത്തിൽ 3 തരത്തിലുള്ള സത്വരജ തമോ ഗുണങ്ങളുടെ ഒരേ വിഷയത്തെ സന്യാസത്തെയും ത്യാഗത്തെ പറ്റിയുള്ള അഭിപ്രായം ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി ഭഗവാൻ പറയുന്നത് എന്താ? ഭഗവാൻ തന്നെ പറയുന്നു ഈ വിഷയത്തിൽ, നിശ്ചയം ശൃണുമേൻ തത്ര ത്യാഗേ ഭരത സത്തമ ത്യാഗോഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. അല്ലയോ അർജുന, ത്യാഗത്തെ സംബന്ധിച്ച ഈ തർക്ക വിഷയത്തിൽ എന്റെ തീർപ്പ് ഞാൻ പറയാം, കേൾക്കുക. ത്യാഗം 3 വിധമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മറ്റാരും പറയണ്ട, പറയുന്നതൊക്കെ കേട്ടോളൂ, ഒരു വിരോധമില്ല. പക്ഷെ ഈ വിഷയത്തിൽ സന്യാസവും ത്യാഗത്തെ പറ്റിയും ഭഗവാൻ പറയുന്നത് നിശ്ചയം ശൃണുമേൻ തത്ര ത്യാഗേ ഭരതസത്തമ ത്യാഗോഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. അല്ലയോ അർജുന, ഈ പറഞ്ഞ 3 അഭിപ്രായങ്ങളെയും പറ്റി എന്റെ തീരുമാനം എന്തെന്ന് ഞാൻ പറയാം. ത്യാഗത്തെ സംബന്ധിച്ച ഈ തർക്ക വിഷയത്തിൽ എന്റെ തീർപ്പ് ഞാൻ പറയാം, കേൾക്കുക. ഈ ത്യാഗം തന്നെ 3 വിധമുണ്ട്. അത് സത്വരജ തമോ ഗുണങ്ങൾ നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും. ഒരേ വിഷയത്തെ പറ്റി ത്യാഗമനസ്ഥിതിയെ പറ്റി ചോദിച്ചാൽ 3 പേരോട് ചോദിച്ചാൽ 3 പേർക്കും 3 തരത്തിലായിരിക്കും അത് ത്യാഗമനോഭാവം ഉണ്ടാവുക. ത്യാഗം എന്ന് പറയുന്നത് ത്യജിക്കുക, ഉപേക്ഷിക്കുക. അത് സത്വഗുണമുള്ളവരും രജോ ഗുണമുള്ളവരും തമോ ഗുണമുള്ളവരും ഈ ത്യാഗമനസ്ഥിതിയെ നടപ്പാക്കുന്നത് എപ്രകാരമാണെന്ന് ഞാൻ പറയാം, അത് കേട്ടുകൊള്ളുക. അതുകൊണ്ടാണ് ഒരഭിപ്രായത്തിൽ സമന്വയം ഇല്ലാതെ വരാൻ കാരണം ഈ ത്യാഗമനോഭാവത്തെ പറ്റിയുള്ള അവരവരുടെ വീക്ഷണം സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, അവരവരുടെ സ്വഭാവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ ത്യാഗമനോഭാവത്തെ പറ്റി വ്യാഖ്യാനിക്കുമ്പം ഇല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ 3 വിധത്തിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തർക്ക വിഷയത്തെ പറ്റി ഞാൻ പറയാം, അത് കേട്ടുകൊള്ളുക. യജ്ഞദാന തപ കർമ്മ നാ ത്യാജം കാര്യമേവതത് യജ്ഞോദാനം തപസ്സൈവ പാവനാനി മനീഷിണ. ഭഗവാൻ ആദ്യം തന്നെ പറയുന്നു, യജ്ഞം ദാനം തപസ് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയല്ല, അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. വിവേകികൾക്ക്
ഇവ യജ്ഞദാന തപസ്സുകൾ പരിശുദ്ധി നൽകുന്നു. യജ്ഞദാന തപസ്സുകൾ എങ്ങനെ ചെയ്യണം, ഉപേക്ഷിക്കാതെ അനുഷ്ഠിക്കണമെങ്കിൽ ചിത്തശുദ്ധി നേടുന്നതിനാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ചിത്തശുദ്ധീകരണം കരങ്ങളാകയാൽ അവ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ്. ഒരിക്കലും ഉപേക്ഷിക്കരുത്. മനുഷ്യജന്മം കിട്ടിയവര് അവ ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ശൂദ്രരായാലും സ്ത്രീയായാലും ഏത് ജാതി മതങ്ങളിൽ പെട്ടവരായാലും ഈ യജ്ഞദാന തപ കർമ്മങ്ങൾ ഒരിക്കലും ആരും ഉപേക്ഷിച്ചുകൂടാ. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ യജ്ഞദാന തപകർമ്മങ്ങൾ എങ്ങനെ ശ്രദ്ധയോടെ ചെയ്യണമെന്നൊക്കെ 17-ാം അധ്യായത്തിൽ പറഞ്ഞത് ഓർത്തിരിക്കണം. അത് പ്രായോഗിക തലത്തിൽ അനുഷ്ഠിക്കണം. ഒരു കാരണവശം അത് ഉപേക്ഷിച്ചാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമല്ല. ബാക്കി പല കാര്യങ്ങളും നമുക്ക് സാധിച്ചു എന്നിരിക്കും. പക്ഷേ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർ അഥവാ ഈ ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തര് ഒരു കാരണവശാലും യജ്ഞം, ദാനം, തപസ് ഉപേക്ഷിക്കരുത്. അത് വളരെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കണം. ഇതാണ് ഭഗവാന്റെ തീരുമാനം. ഇവിടെ മറ്റുള്ള അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും ഗീതയിൽ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞ 3 അഭിപ്രായങ്ങളും നമ്മുടെ അറിവിലേക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്. എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കിയാൽ ഒരേ വിഷയത്തിൽ പലരും പറയുന്നത് എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ട് സ്വയം സെൽഫ് ഡിസിഷൻ എന്താണെന്ന് പറയുന്നു. ഇതേ മാർഗമായിരിക്കണം നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വീകരിക്കേണ്ടത്. ഞാൻ പറയുന്നതും പുസ്തകത്തിൽ പറയുന്നതും ശങ്കരാചാര്യൻ മുതൽ ഇന്ന് വരെ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളെ, ജ്ഞാനികളുടെ അഭിപ്രായങ്ങളെ എല്ലാം കേട്ടിട്ട് ഇതൊക്കെ കേട്ടാലും വേണ്ടില്ല, ആരും ഒരിക്കലും ഭക്തിമാർഗത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് യജ്ഞദാന തപകർമ്മങ്ങൾ. അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് ഫലേച്ഛയില്ലാതെ സ്വയം അർപ്പണബോധത്തോടെ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം, മോക്ഷം സാധ്യമാകില്ല. ഇത് ചെയ്യുന്നവന് ഓട്ടോമാറ്റിക്കായിട്ട് പരിണാമങ്ങൾക്ക് വിധേയമായി അവൻ ഈശ്വരനിലേക്ക് എത്തും. അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ, മനുഷ്യ ജന്മത്തിൽ തീർച്ചയായിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് യജ്ഞദാന തപകർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് നിശ്ചയിക്കണം. അങ്ങനെയുള്ളവർക്കേ ചിത്തശുദ്ധി ഉണ്ടാകൂ. അത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല. അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിൽ സാത്വിക യജ്ഞം, സാത്വിക തപസ്, സാത്വിക ദാനം, ഇതാണ് ഉപേക്ഷിക്കാതെ ചെയ്യേണ്ടത്. രജോ ഗുണാത്മകമായിട്ടോ തമോ ഗുണാത്മകമായിട്ടുള്ളതൊക്കെ ത്യജിച്ചേക്കണം. സാത്വികമായിട്ടുള്ള ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. അതിന് സാത്വികമായ യജ്ഞം, സാത്വികമായ തപസ്, സാത്വികമായ ദാനം, അതിന് സാത്വിക സ്വഭാവത്തെ ഉണ്ടാക്കണം. അതിന് സാത്വികമായ ആഹാരം കഴിക്കണം, സാത്വികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ടതായിട്ടുള്ള തപസ്സിനെ പറ്റി പറഞ്ഞു. അത് യഥാവിധി അനുഷ്ഠിക്കുക തന്നെ വേണം, അനുസരിക്കണം, അനുകരിക്കരുത്. ഇനി ആ ത്യാഗത്തിന്റെ ഉത്തമമായ മാർഗത്തെ, ആ ത്യാഗം 3 വിധത്തിലുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു, തീരുമാനം പറഞ്ഞു. ഇനി ആ ത്യാഗം അനുസരിക്കുമ്പം, ഇല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അത് 3 വിധത്തിൽ ഉണ്ട്. സാത്വികമായ ത്യാഗം, രാജസമായ ത്യാഗം, തമോ ഗുണാത്മകമായ ത്യാഗത്തെ പറ്റി ഇനി ഭഗവാൻ പറയും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.